നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തോഷിബയുടെ തന്നെ മറ്റൊരു ടി വി പരിചയപ്പെടുത്തിയിരുന്നു. C450 എന്നാണ് അതിന്റെ മോഡലിന്റെ പേര്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിലും അല്പം കൂടി വില കുറഞ്ഞ C350 എന്ന് പറയുന്ന ഒരു മോഡൽ ടി വിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തോഷിബയുടെ തന്നെ മോഡലാണ്. ഈ തോഷിബ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ജപ്പാനിലെ നമ്പർ 1 ഹോം അപ്ലയൻസസ് ബ്രാൻഡാണ്. ഈ ഒരു ബ്രാൻഡ് ഇവിടെ ഇന്ത്യയിൽ ഈ ഒരു ബ്രാൻഡ് ജപ്പാൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു തോഷിബ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന C350 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മോഡൽ ടി വി നിങ്ങൾക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ടി വിയുടെ ബോക്സിനകത്ത് ഇതുപോലെ തോഷിബ എന്നും ഇതൊരു ഗൂഗിൾ ടി വി ആണെന്നും അതുപോലെ 50 ഇഞ്ചിന്റെ ടി വി ആണ്. കൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻഡ് ഇൻ ജപ്പാൻ ബട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്പർ 1 ടി വി ബ്രാൻഡ് ഇൻ ജപ്പാൻ ആണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് സ്മാർട്ട് 4K ടി വി ആണ്. അതുപോലെ 4K AI സപ്പോർട്ട് ഉണ്ട്. അതായത് AI 4K അപ്സ്കെയിലിംഗ്, അതുപോലെ ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ്, റിമോട്ടിൽ വോയിസ് കൺട്രോൾ ഫീച്ചർ, അതുപോലെ ഗെയിം മോഡ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ടിവിയുടെ ബോക്സ് കൂടി അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ടേബിൾ മൗണ്ട് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്റ്റാൻഡ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിമോട്ടിൽ ഇടാനുള്ള AAA ബാറ്ററി, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. ഓർക്കുക, 2 ഇയർ വാറണ്ടിയാണ് ഈ ഒരു ടി വിക്ക് കമ്പനി നൽകുന്നത് എന്നുള്ളത് പ്രത്യേകം. സാധാരണ ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ടി വികൾക്കും 1 ഇയർ വാറണ്ടി മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ഇയർ വാറണ്ടി ഉണ്ട്. വാൾ മൗണ്ട് ചെയ്യാനുള്ള നട്ടും കാര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വോൾ മൗണ്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടി വി ഇത്തരത്തിൽ അതിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് എല്ലാം ചെയ്ത് വോൾ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓർക്കുക, നമുക്ക് ഈ ഒരു ടി വിയോടൊപ്പം ടേബിൾ മൗണ്ട് ആണ് വരുന്നത്. ഞാനിവിടെ എന്തായാലും വോൾ മൗണ്ട് ചെയ്തു. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ. നമ്മൾ ഈ ടി വിയുടെ ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ബെസലാണ് ഈ ഒരു ടി വിക്ക് നൽകിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വിക്കകത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ആ ഒരു നാവിഗേഷൻ കണ്ടില്ലേ, വളരെ ഫാസ്റ്റ് ആണ്. സാധാരണ ചില സ്മാർട്ട് ടി വികളൊക്കെ ഈ പ്രൈസ് പോയിന്റിൽ പോലും വരുമ്പോൾ പലപ്പോഴും ചെറിയൊരു ലാഗ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ടി വി ഇത്തരത്തിലൂടെ കാഴ്ചവെക്കുന്നത്. പലരും ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അത് ഏത് രാജ്യത്തെ ബ്രാൻഡാണെന്ന് നോക്കിയിട്ടാണ് പലരും ഓരോ പ്രോഡക്റ്റുകളും വാങ്ങുന്നത്. അത്തരക്കാർക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് തോഷിബ. കാരണം ഇതൊരു ജപ്പാനീസ് ബ്രാൻഡാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ. മാത്രമല്ല ജപ്പാനിലെ നമ്പർ 1 ടി വി ബ്രാൻഡാണ് തോഷിബ. അതുപോലെ തന്നെ യൂറോ കപ്പിന്റെ ഒഫീഷ്യൽ ടി വി കൂടിയാണ് തോഷിബ ടി വി എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ ജപ്പാൻ ബ്രാൻഡ് ആണെങ്കിൽ ഇന്ത്യയിലാണ് ഇതിന്റെ ഒരു മേക്കിംഗ്. ഞാൻ ഈ ഒരു ടി വിയിൽ കാണുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 വർഷത്തെ വാറണ്ടിയാണ്. നമ്മൾ സാധാരണ ഏതൊരു സ്മാർട്ട് ടി വി വാങ്ങിയാലും 1 വർഷത്തെ വാറണ്ടി മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ 2 വർഷത്തെ വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ 2 വർഷം നമുക്ക് യാതൊരുവിധ തലവേദനയില്ലാതെ ഈ ഒരു സ്മാർട്ട് ടി വി ഉപയോഗിക്കാമെന്നുള്ളതും പ്രത്യേകതയാണ്. നമുക്ക് 43 ഇഞ്ച്, 50, 55, 75 എന്നീ 4 വ്യത്യസ്ത സൈസുകളാണ് ഈ ഒരു സ്മാർട്ട് ടി വി അവൈലബിൾ ആകുന്നത്. അതിൽ തന്നെ നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് 50 ഇഞ്ച് സൈസുള്ള സ്മാർട്ട് ടി വിയാണ്. ഓർക്കുക, ഈ ഒരു മോഡലിന്റെ പേര് ഓർത്ത് വെച്ചോളൂ. C350 NP എന്നാണ് ഈ ഒരു മോഡലിന്റെ കൃത്യമായിട്ടുള്ള പേര്. ഈ ഒരു ടി വിയുടെ ആ ഒരു ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K റെസൊല്യൂഷൻ ആണ്. LED ടി വി ആണ്. അപ്പോൾ നമുക്ക് 4K കണ്ടന്റുകൾ ഈസി ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് 4K ക്വാളിറ്റിയിൽ നമുക്ക് കണ്ടന്റ് വാച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ടി വി ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഗൂഗിൾ TV OS ൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ടി വി ആണ്. നേരത്തെ ഒരാഴ്ച മുമ്പ് നമ്മൾ തോഷിബയുടെ തന്നെ മറ്റൊരു QLED ടി വി പരിചയപ്പെടുത്തുന്നു. പക്ഷേ അത് അവരുടെ തന്നെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള വിദ എന്ന് പറയുന്ന UAE ൽ പ്രവർത്തിക്കുന്ന ഒരു ടി വി ആയിരുന്നു. പക്ഷേ ഇത് ഗൂഗിൾ TV OS ൽ വർക്ക് ചെയ്യുന്നതാണ്. മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ടി വിയിൽ ഇത്തരത്തിൽ ആൻഡ്രോയിഡ് TV OS ന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ 12 ആണ് നൽകിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആൻഡ്രോയിഡ് TV OS ന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള 12 ഒരു ടി വി കാണുന്നത്. നമ്മൾ നേരത്തെയൊക്കെ ആൻഡ്രോയിഡ് 11 വരെയുള്ള വെർഷൻസ് കണ്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫ്രഷ്നെസ്സും നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ കാണുന്ന ഐക്കൺസ് ഒക്കെ കണ്ടില്ലേ, എല്ലാം ഒന്ന് റീവാമ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് TV 12 എന്ന് പറയുന്ന വെർഷനിൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു OTT പ്ലാറ്റ്ഫോമുകളുടെ ഐക്കൺസ് എല്ലാം റൗണ്ടഡ് ആക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ആൻഡ്രോയിഡ് 11 നിന്നും ഇവിടെ ആൻഡ്രോയിഡ് TV OS 12 വന്നപ്പം വന്നിട്ടുണ്ട്. മാത്രമല്ല പോപ്പുലർ മൂവി TV ഷോകളുടെയൊക്കെ ഒരു സജഷൻസ് നമുക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. നമ്മളുടെ ലൊക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ടാകണം ഇതിനകത്ത് കൂടുതലും മലയാളം മൂവീസ് ഒക്കെയാണ് കൂടുതലും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ സജസ്റ്റ് ചെയ്യുന്നത്. അതോ ഇനി ആ സിനിമകൾ ഒരുപാട് പോപ്പുലർ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. മഞ്ഞുമൽ ബോയ്സ്, അതുപോലെ ആവേശം തുടങ്ങിയ സിനിമകളുടെയൊക്കെ ഒരു സജഷൻസ് നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പോപ്പുലർ ആയിട്ടുള്ള നിരവധി മൂവീസിന്റെയും ഒക്കെ സജഷൻസ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ നിരവധി മൂവി സജഷൻസും, അതുപോലെ ഗെയിമിംഗ്, സ്പോർട്സുകളുടെ സജഷൻസ്, ന്യൂസ് സജഷൻസ്, അങ്ങനെ ഒരുപാട്
ഒരുപാട് സജഷൻസ് എന്തായാലും ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് വീഡിയോകളുടെ തന്നെ സജഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ടിവിയുടെ ഇന്റർഫേസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിവിക്കകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പോപ്പുലർ OTT ആപ്ലിക്കേഷൻ ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, അതുപോലെ ഡിസ്നി ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം വീഡിയോ, സോണി ലിവ്, C5, ജിയോ സിനിമ എന്ന് വേണ്ട നിരവധി OTT ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉള്ള ആ OTT പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കണം, എങ്കിലേ അതിൽ നിന്നുള്ള കണ്ടന്റുകൾ വാച്ച് ചെയ്യാൻ സാധിക്കും. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ടിവി നൽകുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് ഇതിന്റെ ആ ഒരു ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് അത് നന്നായിട്ടുണ്ട്. മാത്രമല്ല ഡോൾബി വിഷന്റെയും HDR-ന്റെയും സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ടിവിക്ക് അത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോൾബി വിഷൻ കണ്ടന്റുകൾ കാണാൻ സാധിക്കും, HDR കണ്ടന്റും എല്ലാം നമുക്ക് ഈ ഒരു സ്മാർട്ട് ടിവി ഉപയോഗിച്ചുകൊണ്ട് കാണാൻ സാധിക്കും. ഇതൊരു സ്മാർട്ട് ടിവി എന്ന രീതിയിൽ മാത്രമല്ല, ഗെയിമിംഗ് കൺസോളുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഔട്ട്പുട്ട് എന്ന രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനൊരു പ്രധാന കാരണം ഈ ഒരു സ്മാർട്ട് ടിവിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഗെയിം മോഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഗെയിം കൺസോളുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി ALLM എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് ഓട്ടോ ലോ ലേറ്റൻസി മോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ VRR എന്ന് പറയുന്ന ഒരു ഫീച്ചർ, അതായത് വേരിയബിൾ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നൽകിയിരിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് കൺസോളുകൾ കണക്ട് ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ ഗെയിമുകൾ ഇതുവഴി ആസ്വദിക്കുന്നതിനും ഈ ഒരു ടിവി സാധ്യമാകുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. റെക്സ എഞ്ചിൻ CR ആണ് ഈ ഒരു ടിവിക്ക് മികച്ച ഒരു കരുത്ത് പകരുന്നതും അതുപോലെ മികച്ച ക്വാളിറ്റിയുള്ള സൗണ്ട് ഡെലിവർ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് ഈ ഒരു ടിവിയിൽ ഈ ഒരു റെക്സ എഞ്ചിൻ CR സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ട്യൂൺ ചെയ്ത് മനോഹരമാക്കുന്നതിനും ഈ ഒരു റെക്സ എഞ്ചിൻ നമ്മെ ഈ ഒരു ടിവിയിൽ നിന്നും സഹായിക്കുന്നുണ്ട്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന സ്മാർട്ട് ടിവികളിൽ, പ്രത്യേകിച്ച് ഗൂഗിൾ OSൽ വരുന്ന സ്മാർട്ട് ടിവികൾ അധികം കാണാത്ത ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട്. അതായത് ആപ്പിൾ എയർപ്ലേ എന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും നമുക്കറിയില്ല, ആൻഡ്രോയിഡ് ടിവികൾ എപ്പോഴും ആൻഡ്രോയിഡ് ഫോണുകളോട് കൂടിയാണ് പലപ്പോഴും കണക്ടിവിറ്റി കൂടുതൽ നമുക്ക് ലഭ്യമാകുന്നത്, ക്രോംകാസ്റ്റ് വഴിയൊക്കെയുള്ള കണക്ടിവിറ്റി. എന്നാൽ ഇവിടെ നമുക്ക് ഐഫോണുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ആപ്പിൾ എയർപ്ലേ വഴി ഇതുപോലെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഐഫോണിലെ കണ്ടന്റ് ഈ ഒരു ടിവിയിലൂടെ കാണാം എന്നുള്ളതും പ്രത്യേകതയാണ്. മാത്രമല്ല നമുക്ക് മിറാകാസ്റ്റിന്റെ സപ്പോർട്ട് ഈ ഒരു ടിവിയിലുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മോട്ടോറോള ഫോൺ ആണെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മോട്ടോറോള ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് ഇതിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും. മിറാകാസ്റ്റ് അങ്ങനെ ഒരു ഗുണം ചെയ്യുന്നുണ്ട്. മോട്ടോറോള ഫോണുകൾ നല്ല പല ഫോണുകളുടെയും സ്ക്രീൻ ഫുള്ളായിട്ട് പ്രൊജക്ട് ചെയ്യുന്നതിന്, സ്ക്രീൻ കാസ്റ്റിംഗ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മോട്ടോറോള ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു പ്രത്യേക ഫീച്ചർ പ്രകാരം നമുക്ക് ഒരു ഡെസ്ക്ടോപ്പ് കണക്കെ നമ്മുടെ ഫോണിലെ കാര്യങ്ങൾ ഇതിൽ കാണാനായിട്ട് ഇതിനകത്തുള്ള മിറാകാസ്റ്റ് സഹായിക്കും. അതുപോലെ ഫോണുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു ആൻഡ്രോയിഡ് ഫോണുകളെയും ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രോംകാസ്റ്റ് സപ്പോർട്ടും ഈ ഒരു ടിവിയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ടിവിയിൽ മികച്ച രീതിയിൽ കണ്ടന്റുകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി 4K അപ്സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കണ്ടന്റും 4K ആകണമെന്നില്ല. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ എല്ലാ കണ്ടന്റും 4K അല്ല, അല്ലേ? നമ്മളൊക്കെ തന്നെ നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതും 4K അല്ലായിരുന്നു. അപ്പോൾ 4K അല്ലാത്ത റെസൊല്യൂഷൻ കുറഞ്ഞ, ക്വാളിറ്റി കുറഞ്ഞ വീഡിയോകൾ നമ്മൾ ഈ ഒരു ടിവിയിൽ പ്ലേ ചെയ്താലും ഒരു 4K ക്വാളിറ്റിയിലേക്ക് അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് കാണിക്കുന്നതിനും ഈ ഒരു സ്മാർട്ട് ടിവിയിൽ സാധ്യമാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കാണുന്ന കണ്ടന്റുകൾക്ക് എല്ലാം ഒരു 4K ക്വാളിറ്റി, അതിനി 4K റെസൊല്യൂഷൻ ഇല്ലെങ്കിൽ പോലും ഒരു 4K ക്വാളിറ്റി നൽകാൻ ഈ ഒരു സ്മാർട്ട് ടിവിയിൽ സാധ്യമാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്തുള്ള ഗൂഗിൾ വോയിസ് അസിസ്റ്റന്റ് ആണ്. അതായത് ഇതിന്റെ റിമോട്ടാണ് ഇത് ഈ കാണുന്നത്. സാധാരണ ടിവികളുടെ റിമോട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ്, ഈവൻ ന്യൂമറിക്കൽ കീസ് വരെയൊക്കെ ഉള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള റിമോട്ടാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത്. അതിനകത്ത് ഇവിടെ ഗൂഗിൾ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മൈക്കിന്റെ സിമ്പലുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്താൽ ഓപ്പൺ യൂട്യൂബ് for Android TV. കണ്ടില്ലേ, ഇത്തരത്തിൽ നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ടിവിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള യൂട്യൂബ്, അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് വഴി ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. വാട്ട്സ് ദ വെദർ റൈറ്റ് നൗ? Currently in Chahanur it's 29 degrees and mostly cloudy. Today, it'll be mostly cloudy, with a forecast high of 29 and a low of 26. ഇങ്ങനെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റിന്റെ സഹായത്തോടുകൂടി ഈ ഒരു റിമോട്ടിലെ ഈ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് വഴി കൺട്രോൾ ചെയ്യാനും ഈ ഒരു സ്മാർട്ട് ടിവിയിൽ സാധ്യമാണ്. അടുത്തായിട്ട് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ റെക്സ പവേർഡ് ഓഡിയോ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ DTS X, അതുപോലെ ഡോൾബി അറ്റ്മോസ്, ഡോൾബി ഓഡിയോ തുടങ്ങിയ ഫീച്ചറുകൾ ഈ ഒരു സ്മാർട്ട് ടിവിയുടെ സൗണ്ട് ബെറ്റർ ആക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വാക്കാൽ പറയാമെന്നേ ഉള്ളൂ. സൗണ്ട് ക്വാളിറ്റി കേട്ട് നോക്കാം. കേട്ടില്ല ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി? ഞാൻ ഇതിനകത്തൊരു 33 യൂണിറ്റ് വരെ സൗണ്ട് കൂട്ടിയുള്ളൂ. നല്ല വോളിയം ഉണ്ട്. കുറച്ചൊരു ബാസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. സാധാരണ സ്മാർട്ട് ടിവികൾ വാങ്ങുമ്പോൾ നമുക്ക് നല്ല ഒരു ക്വാളിറ്റി സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൗണ്ട് ബാർ കൂടെ വാങ്ങേണ്ടി വരും പലപ്പോഴും പല സ്മാർട്ട് ടിവികളുടെയും കേസിൽ. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ ഒരു ആവറേജ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നൽകുന്നതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.3 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ടിവിയിൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് 2.4 GHz വൈഫൈ. നിങ്ങളുടെ വീട്ടിൽ ഇനി 5 GHz വൈഫൈ ഉണ്ടെങ്കിൽ അതും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ 5 GHz വൈഫൈ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഈ ഒരു സ്മാർട്ട് ടിവിയിൽ സാധ്യമാകും.
അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ടി വി മികച്ച പെർഫോമൻസ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് തോഷിബ അവകാശപ്പെടുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1200-ലധികമുള്ള പെർഫോമൻസ് ടെസ്റ്റുകൾ, അതുപോലെ 3000 കിലോമീറ്ററിലധികമുള്ള ട്രാൻസ്പോർട്ടേഷൻ ടെസ്റ്റ്. അതായത് നമ്മളിത് ഓൺലൈനൊക്കെ വാങ്ങിയാലും നമുക്ക് യാതൊരുവിധ പരിക്കും ഈ ഒരു ടി വിക്ക് വരാതെ നമ്മുടെ വീട്ടിൽ എത്തിക്കുമെന്നുള്ള രീതിയിലുള്ള ടെസ്റ്റുകൾ. അതുപോലെ 30 ഡിഗ്രി സെൽഷ്യസ് മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് വരെ ഹൈ ടെമ്പറേച്ചറിൽ പോലും ഈ ഒരു ടി വി വർക്ക് ചെയ്യുമെന്നുള്ള ഒരു ടെസ്റ്റ്. അത്തരം പെർഫോമൻസ് ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ടാണ് ഈ ഒരു ടി വി പുറത്തിറക്കിയിരിക്കുന്നതാണ് തോഷിബ അറിയിക്കുന്നത്. ഈ ഒരു ടി വിയുടെ റിമോട്ടിനകത്ത് ഇത്തരത്തിൽ OTT ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ആമസോൺ പ്രൈം തുടങ്ങിയവയൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വലിയ ഒരു റിമോട്ടാണ് ഈ ഒരു ടി വിയോടൊപ്പം നൽകിയിരിക്കുന്നത്. ഈ ഒരു ടി വിയുടെ ബാക്കിലായിട്ട് ഇതുപോലെ ഇവിടെ ഇന്റർനെറ്റ് പോർട്ട്, അതുപോലെ ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട് പോർട്ട്, TV ആന്റിന പോർട്ട്, അതുപോലെ 2 HDMI പോർട്ട് ഇവിടെ കാണാം. അതിനകത്ത് ആദ്യത്തേത് ERC സപ്പോർട്ട് ഉള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ 3.5mm ഓഡിയോ ജാക്ക്, അതുപോലെ വീണ്ടും ഒരു HDMI പോർട്ട്, അതുപോലെ 2 USB പോർട്ട് കാണാം. അതുപോലെ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന സെറ്റപ്പ് ബോക്സ് ഒക്കെ പഴയതാണെങ്കിൽ അത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഓഡിയോ വീഡിയോ ഔട്ട്പുട്ടും നമുക്ക് ടിവിയുടെ ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ടിവിയുടെ പ്രൈസിംഗ് ആണ്. ഇതിന്റെ ഒരു 43 ഇഞ്ചാണ് ഇതിന്റെ ഒരു ബേസ് മോഡൽ എന്ന് പറഞ്ഞു. ഈ ഒരു 43 ഇഞ്ചിന്റെ MRP എന്ന് പറയുന്നത് 44,999 രൂപയാണെങ്കിലും നമുക്കൊരു ലോഞ്ച് ഓഫറിൽ ഈ ഒരു ടി വി ഇപ്പോൾ 26,999 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. 43 ഇഞ്ച് 4K TV ആണ്, ഓർമ്മ വേണം. അതുപോലെ LED TV ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പരിശോധിച്ച ഈ ഒരു 50 ഇഞ്ചിന്റെ വില എന്ന് പറയുന്നത് ഇതിന്റെ MRP എന്ന് പറയുന്നത് 54,999 രൂപയാണ്. പക്ഷേ ലോഞ്ച് ഓഫറിൽ 32,999 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ 50 ഇഞ്ച് 4K റെസൊല്യൂഷൻ TV, LED TV, അതും എല്ലാം ഒരുവിധം ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ്, ഒരു ജപ്പാനീസ് ബ്രാൻഡ് അല്ലേ, അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഒരു 50 ഇഞ്ച് 32,999 കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 43 ഇഞ്ചിന് 26,999 രൂപയുള്ളൂ ഓഫർ പ്രൈസ്. നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു ടി വിയെ കുറിച്ചും ഇതിന്റെ പ്രൈസിനെ കുറിച്ചും? വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്താം. ഈ ഒരു ടി വി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്.